Hi all, welcome back to the second part discussion of budget. So today we will be discussing budget priorities. So here we are having 9 priorities, and here the first priority is about priority 1, productivity and resilience in agriculture. So here the first policy is nothing but transforming agriculture research. So why government is focusing agriculture research? Because of food inflation. So നമുക്കറിയാം we are having a flexible inflation targeting, right? So flexible inflation targeting എന്ന് പറയുമ്പോൾ 4 plus or minus 2 ആണ്. That means 2% തൊട്ട് 6%-നുള്ളിലായിരിക്കണം നമ്മുടെ inflation targeting എന്ന് പറയുന്നത്. So fortunately we are able to control our retail inflation within this target. 2 to 6% എന്നുള്ളൊരു ടാർഗറ്റിൽ നമുക്ക് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യാൻ പറ്റി. However, food inflation is still high. ഈ ഒരു ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഫുഡ് ഇൻഫ്ലേഷൻ കാണിക്കുന്നതാണ്. സോ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് റിയലി വെരി ഹൈ. വൈ ഇറ്റ് ഈസ് സോ? എന്തായിരിക്കാം അതിന്റെ കാരണം? There are two major reasons. One is adverse weather conditions, and the second reason is about some diseases that is infecting the crops. So crops ne infect ചെയ്യുന്ന ചില ഡിസീസസ് കാരണവും അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് കാരണവും ആയിരിക്കാം വേണ്ട രീതിയിലുള്ള മാർക്കറ്റിലെ ഡിമാൻഡ് അത്രയുമുള്ള സപ്ലൈ മാർക്കറ്റിൽ എത്താത്തത്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്? അഗ്രികൾച്ചർ റിസർച്ചിലാണ്. സോ അഗ്രികൾച്ചർ റിസർച്ചിൽ ഫോക്കസ് ചെയ്ത് ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് so that they can release new varieties, climate resilient ആയിട്ടുള്ള varieties റിലീസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് തിങ് ഈസ് അബൌട്ട് ആത്മനിർഭരത. സോ സെൽഫ് റിലയൻസ് ആണ്. ഇനി എവിടെയായിരിക്കാം? സെൽഫ് റിലയൻസ് ഇൻ ഓയിൽ സീഡ്സ് സച്ച് ആസ് മസ്റ്റാർഡ്, ഗ്രൗണ്ട്നട്ട്, സീസെയിം, സോയാബീൻ, സൺഫ്ലവർ. ഓക്കെ, and next is about vegetable production and supply chain ആണ്. സോ വെജിറ്റബിളിന്റെ പ്രൊഡക്ഷനും അതേപോലെ അതിന്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നു. എന്തിനായിരിക്കാം? സോ ആസ് ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ദ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്? വെജിറ്റബിൾ സപ്ലൈ ചെയിൻ്റെ കളക്ഷൻ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുക വെജിറ്റബിൾസ്, ആൻഡ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെന്റ് ഇവിടെ വെജിറ്റബിൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? FPOs, ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, FPOസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, കോപ്പറേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതേപോലെ സ്റ്റാർട്ടപ്സിനെ പ്രൊമോട്ട് ചെയ്ത് ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ആസ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് നാഷണൽ കോപ്പറേഷൻ പോളിസി ആണ്. സോ നാഷണൽ കോപ്പറേഷൻ പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിനെ ഹോളിസ്റ്റിക്കലി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള പോളിസി ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് പോളിസി ഈസ് അബൌട്ട് നാച്ചുറൽ ഫാമിംഗ് ആണ്. സോ ഹിയർ കെമിക്കൽ ഫ്രീ ബേസ്ഡ് ആയിട്ടുള്ള ഫാമിംഗ് ആണ് ഇവിടെ ഗവൺമെന്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഷ്രിംപ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഇവിടെ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ മറൈൻ എക്സ്പോർട്ട്സ് നമുക്ക് കൂട്ടുവാനും അതിൽ തന്നെ ഷ്രിംപ് പ്രൊഡക്ഷനും ഷ്രിംപ് എക്സ്പോർട്ട്സും കൂട്ടുവാനും ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പർട്ടിക്കുലർ സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെന്റ് ഇവിടെ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. സോ DPI, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിജിറ്റൽ എക്കോ സിസ്റ്റത്തിലേക്ക് ഫാമേഴ്സിനെയും അതുപോലെ അവരുടെ ലാൻഡ്സിന്റെയും കവറേജ് ഇൻക്ലൂഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് ക്രോപ്പ് സർവേ ചെയ്യുക, ഡിജിറ്റലി ക്രോപ്പ് സർവേ ചെയ്യുക, അതുപോലെ തന്നെ ഡിജിറ്റലി പേയ്മെന്റ് മെക്കാനിസംസ് എൻഷുർ ചെയ്യുക. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിലും സോ DBTs ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഡിജിറ്റൽ എക്കോ സിസ്റ്റം വഴി ബെനിഫിഷ്യറീസിലേക്ക് എത്തിക്കാനായിട്ട് ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ ഡിജിറ്റലി എസെൻഷ്യൽ സർവീസുകൾ, അഡ്വൈസറി സർവീസുകളൊക്കെ കൊടുക്കുക. സോ ഇങ്ങനെ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നതാണ് DPI. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇഷ്യൂൻസ് ഓഫ് ജൻ സമർത്ത് ബേസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ്. സോ ഇവിടെ ജൻ സമർത്ത് പോർട്ടൽ നമുക്കറിയാം, it is a platform for connecting both lenders as well as beneficiaries. So lendersനെയും beneficiariesനെയും കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പോർട്ടലാണ് ജൻ സമർത്ത് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. സോ ഈ ഒരു പോർട്ടൽ ഉപയോഗിച്ച് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫോക്കസ് ഗവൺമെന്റിന്റെ. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് പ്രയോറിറ്റി 2, എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ്. സോ ഈ ഒരു പർട്ടിക്കുലർ പ്രയോറിറ്റിയിൽ ഗവൺമെന്റ് ആദ്യം തന്നെ ഫോക്കസ് ചെയ്യുന്ന പോളിസിയാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. സോ നമുക്കറിയാം വി ആർ ഓൾറെഡി ഹാവിംഗ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. സോ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറഞ്ഞാൽ സപ്ലൈ സൈഡ് ഇന്റർവെൻഷൻ ആണ്. അതേസമയം എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുമ്പോൾ ഡിമാൻഡ് സൈഡ് ഇന്റർവെൻഷൻ ആണ് ഗവൺമെന്റിന്റെ ഫോക്കസ് ചെയ്യുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് 3 സ്കീംസ് ഉണ്ട്. വി ആർ ഹാവിംഗ് 3 സ്കീംസ്. സ്കീം A,
സ്കീം ബി ആൻഡ് സ്കീം സി. ഇനി എന്താണ് ഓരോ സ്കീംസും നമുക്ക് നോക്കാം. സോ ഹിയർ സ്കീം എ ഈസ് അബൌട്ട് ഫസ്റ്റ് ടൈമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗവൺമെന്റ് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ സ്കീം എയിൽ ആദ്യമായിട്ട് ജോലിക്ക് ഫോർമൽ സെക്ടറിൽ ജോലി ലഭിക്കുന്ന എംപ്ലോയീസിന് ഗവൺമെന്റ് ഇവിടെ 1 month വേജ് ഇൻസെന്റീവ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ 1 month വേജ് എന്ന് പറയുമ്പോൾ 15,000 രൂപ വരെയാണ്, 15,000 rupees വരെയാണ് ഇൻസെന്റീവ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 1 month വേജ് 15,000 rupees വരെയാണ് ഇൻസെന്റീവ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 3 തവണകളായിട്ടാണ്, 3 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് ഗവൺമെന്റ് എംപ്ലോയീസിന് ന്യൂ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ എല്ലാ എംപ്ലോയീസിനും ലഭിക്കില്ല, ന്യൂ എംപ്ലോയീസിനാണ്. അതും 1,00,000 രൂപ വരെ സാലറി ലഭിക്കുന്ന എംപ്ലോയീസിനാണ്. മനസ്സിലായോ? സോ സാലറിയുടെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 1 lakh ആണ് സാലറി ലിമിറ്റ്. അതേസമയം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത് 15,000 rupees വരെ ആണ്. അത് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും. So that is about scheme A. Next is scheme B ആണ്. Scheme B എന്ന് പറയുമ്പോൾ of course ഫസ്റ്റ് ടൈം എംപ്ലോയീസിനും ഉണ്ട്, അതേപോലെ തന്നെ എംപ്ലോയേഴ്സിനും ഇവിടെ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബോത്ത് ഫസ്റ്റ് ടൈം എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയേഴ്സിനും ഇവിടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ദർ EPFO കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, എംപ്ലോയീസിന്റെയും എംപ്ലോയേഴ്സിന്റെയും EPFO കോൺട്രിബ്യൂഷന് അനുബന്ധിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് 4 years ആണ്. ഫസ്റ്റ് 4 yearsലാണ് ഗവൺമെന്റ് സ്കീം ബി പ്രകാരം ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് സ്കീം സി ആണ്, സപ്പോർട്ട് ടു എംപ്ലോയേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ എംപ്ലോയേഴ്സിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് പുതിയതായിട്ട് എംപ്ലോയീസിനെ ഇവർ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയേഴ്സിനാണ് ഇവിടെ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എങ്ങനെയാണ്, എംപ്ലോയേഴ്സ് EPFO കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആർക്ക്? പുതിയതായിട്ട് ചേരുന്ന എംപ്ലോയീസിന്. സോ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അനുസരിച്ച് അപ് ടു 3,000 rupees വരെയാണ് ഇവിടെ എംപ്ലോയേഴ്സിന് ഇൻസെന്റീവ്സ് ആയിട്ട് ലഭിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ 2 years. മനസ്സിലായോ? 2 വർഷത്തേക്കായിരിക്കും ഇവിടെ ഈ രീതിയിൽ സ്കീം സി പ്രകാരം എംപ്ലോയേഴ്സിന് ഇൻസെന്റീവ്സ് കിട്ടുന്നത്. ദാറ്റ് ഈസ് അപ് ടു 3,000 rupees വരെ ആയിരിക്കും. ആർക്കാണ്? എംപ്ലോയേഴ്സിനാണ്. So next policy is related to participation of women in workforce. So workforce le women participation enhance cheyan vendi government endokka policies aanu eduthu nokka. So first is setting up working women hostels. So working women hostels government ivide set up cheyanayittu plan cheyunu. Adeypole thanne establishing crash facilities. So crash facilities ivide establish cheyugana so as to take care the children de needs gal ensure cheyyuvan allengil child care koodal promote cheyan vendittana establishing crash facility ivide കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വിമൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലിംഗ് പ്രോഗ്രാംസുകൾ ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ ഓഫ് മാർക്കറ്റ് ആക്സസ് ഫോർ വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്റർപ്രൈസസ്. സോ വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്റർപ്രൈസസിലെ കമ്മോഡിറ്റീസിനൊക്കെ കൂടുതൽ മാർക്കറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഗവൺമെന്റ് ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് സ്കില്ലിംഗ് പ്രോഗ്രാം ആണ്. സോ ഇവിടെ എങ്ങനെയാണ് സ്കില്ലിംഗ് പ്രോഗ്രാം ഗവൺമെന്റ് പ്ലാൻ ചെയ്തെന്ന് നോക്കാം. സോ ഹിയർ ഇവിടെ ആദ്യം തന്നെ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് ഏകദേശം 1000 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ITI. ഓക്കെ, സോ 1000 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത് അവിടുത്തെ കോഴ്സ് ആണ്. എങ്ങനെയാണ് അവിടെ ചേരുന്ന കുട്ടികൾക്ക് കോഴ്സ് നൽകുന്നത് എന്നാണ്. സോ അവിടെ കോഴ്സ് കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദ സ്കിൽ നീഡ്സ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ സ്കിൽ നീഡ്സ് എന്താണ്. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, നമ്മുടെ കോഴ്സ് കണ്ടന്റ് ട്വീക്ക് ചെയ്ത് കോഴ്സ് കണ്ടന്റ് ഡിസൈൻ ചെയ്ത് അവിടെ ചേരുന്ന കുട്ടികളെ അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹൂഎവർ ഇറ്റ് ഈസ് ദ ബെനിഫിഷ്യറീസിന് വേണ്ട രീതിയിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്ത് മാർക്കറ്റിലുള്ള നീഡ്സിനനുസരിച്ചുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് ആണ് ഈ ഒരു സ്കില്ലിംഗ് പ്രോഗ്രാമിൽ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പോളിസി ഈസ് അബൌട്ട് സ്കില്ലിംഗ് ലോൺസ് ആണ്. സോ സ്കില്ലിംഗ് ലോൺസുകൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലെ മേജർ സ്കീമാണ് മോഡൽ സ്കിൽ ലോൺ സ്കീം എന്ന് പറയുന്നത്. സോ മോഡൽ സ്കിൽ ലോൺ സ്കീം വഴി ബെനിഫിഷ്യറീസിന് ഏകദേശം 7.5 lakh rupees വരെ ലോൺ ആയിട്ട് അവൈൽ ചെയ്യുകയും ബൈ സ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ബിഫോർ ദിസ് ബഡ്ജറ്റ് ഇതിന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 1.5 lakh ആയിരുന്നു. സോ ആഫ്റ്റർ ദിസ് ബഡ്ജറ്റ്, ഈ ഒരു ബഡ്ജറ്റോട് കൂടി ആ ലിമിറ്റ് 1.5 lakhൽ നിന്നും 7.5 lakh ആയിട്ട് ഗവൺമെന്റ് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് എഡ്യൂക്കേഷൻ ലോൺസ് ആണ്. സോ ഇവിടെ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്ത് തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ ചേരുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു പർട്ടിക്കുലർ ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ,
For higher education ആണ് ഗവൺമെന്റ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഹയർ എഡ്യൂക്കേഷൻ അവൈൽ ചെയ്യുന്ന സീക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഇവിടെ ഗവൺമെന്റ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അപ് ടു 10 lakh rupees വരെയാണ് ഗവൺമെന്റ് ഇവിടെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ വൗച്ചേഴ്സ് ആയിരിക്കും ഇവിടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയല്ല, ഈ വൗച്ചേഴ്സ് ആയിട്ടാണ് ഗവൺമെന്റ് ഇവിടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പെർ ഇയർ ഓരോ വർഷവും 1 lakh സ്റ്റുഡൻസിനായിരിക്കും ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതൊരു ലോൺ ആണ്. സോ ലോൺ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ലഭിക്കുന്നതായിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്, കറക്റ്റ് ആയിട്ട് ലോൺ റീപേ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് സബ്സിഡി ലഭിക്കുന്നതായിരിക്കും. അത് എത്രയാണ്? 3% ആണ്. ഓക്കെ, സോ 3% ഇൻട്രസ്റ്റ് സബ്സിഡി നമ്മൾ കറക്റ്റ് ആയിട്ട് ലോൺ റീപേ ചെയ്യുകയാണെങ്കിൽ ബെനിഫിഷ്യറിക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. So the next priority is 3, inclusive human resource development and social justice. So ഇതിന്റെ ഭാഗമായിട്ട് the first policy is Purvodaya. Okay, so that is majorly the development of eastern parts of our country. ഏതൊക്കെ സ്റ്റേറ്റ്സുകളാണ്? ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. എന്ത് രീതിയിലായിരിക്കാം? സോ അവിടുത്തെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് പൂർവോദയ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരൊരു ഇൻഡസ്ട്രിയൽ കൊറിഡോർ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കൊറിഡോർ ആണ് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആ ഒരു പർട്ടിക്കുലർ റൂട്ടിൽ എൻഷുർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ നോഡ് ഗയയില് ഒരു ഇൻഡസ്ട്രിയൽ നോഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇൻഡസ്ട്രിയൽ നോഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വളരെ കോർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡെവലപ്മെന്റ് ആണ് ഗവൺമെന്റ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. So yeah, next is allocation of more than 3 lakh crore for schemes benefiting women and girls. So ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിമൻ ആൻഡ് ഗേൾസ് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എത്ര റുപ്പീസ് ആണ് മാറ്റി വെക്കുന്നത്? 3 lakh crore ആണ് അങ്ങനെയുള്ള സ്കീമുകൾക്ക് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സ്കീം പ്രധാനമന്ത്രി ജൻ ജതിയ ഉന്നത് ഗ്രാം അഭിയാൻ. സോ ഇവിടെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ട്രൈബൽ കമ്മ്യൂണിറ്റി ആണ്. സോ ആസ് ടു എൻഷുർ ദ സോഷ്യോ എക്കണോമിക് വെൽഫെയർ, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഒരു സ്കീം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ജൻ ജതിയ ഉന്നത് ഗ്രാം അഭിയാൻ. ഏകദേശം 63,000 വില്ലേജസിലേക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്കീം ഗവൺമെന്റ് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നു. അതേപോലെ ഏകദേശം 5 crore ട്രൈബൽ പീപ്പിളിനാണ് ഈ ഒരു പർട്ടിക്കുലർ സ്കീം ബെനിഫിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. So next is about setting up more than 100 branches of India Post Payment Banks. So India Post Payment Banks government സെറ്റപ്പ് ചെയ്യുകയാണ്. സെറ്റപ്പ് ചെയ്യുന്ന പ്ലേസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ്. ഓക്കെ, ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിൽ മോർ ദാൻ 100 branches ഓഫ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സുകളാണ് ഗവൺമെന്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? സോ ആസ് ടു എൻഹാൻസ് ദ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. So the next policy is about to fulfill the commitments in Andhra Pradesh Reorganization Act. So Andhra Pradesh Reorganization Actile commitments fulfill ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് ഗവൺമെന്റ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 15,000 rupees ആണ്, 15,000 crore rupees ആണ് ഗവൺമെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കംപ്ലീഷൻ ഓഫ് പൊലാവരം ഇറിഗേഷൻ പ്രോജക്ട് ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ആസ് ടു എൻഷുർ ദ ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. സോ അതോടൊപ്പം തന്നെ 2 ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഗവൺമെന്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നു. വൺ ഈസ് വിശാഖപട്ടണം ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ. സോ ഈ ഒരു പർട്ടിക്കുലർ കോറിഡോറിൽ ഒരു നോഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ നോഡ് ഉണ്ട്. നോഡ് എന്തിനായിരുന്നു? ബേസിക് ആയിട്ടുള്ള കോർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് ആണ്. നോഡിന്റെ പേര് കൊപ്പാർത്തി നോഡാണ്. സോ ഇവിടെ പർട്ടിക്കുലർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ടർ, പവർ, റെയിൽവേസ്, റോഡ്സ് ഒക്കെയാണ് ഗവൺമെന്റ് ഈ ഒരു പർട്ടിക്കുലർ കോറിഡോറിൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്, ദാറ്റ് ഈസ് ഹൈദരാബാദ് ബംഗളൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ. സോ ഈ ഒരു പർട്ടിക്കുലർ കോറിഡോറിലും ഒരു നോഡ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ നോഡാണ്. എവിടെ? ഒർവാക്കൽ നോഡാണ്. ഓക്കെ, സോ 2 ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഉണ്ട്. വൺ ഈസ് വിശാഖപട്ടണം ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ ആൻഡ് നെക്സ്റ്റ് ഈസ് ഹൈദരാബാദ് ബംഗളൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർസ്. 2 നോഡുകളും ഉണ്ട്. സോ ഇവിടെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വാട്ടർ, പവർ, റെയിൽവേ ആൻഡ് റോഡ്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ ബാക്ക്വേർഡ് റീജിയൻസിന് വേണ്ട ഗ്രാന്റ്സുകൾ ഗവൺമെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ബാക്ക്വേർഡ് റീജിയൻസ്? രായലസീമ, പ്രകാസം, നോർത്ത് കോസ്റ്റൽ, ആന്ധ്ര. സോ ഇങ്ങനെ ഈ പറയുന്ന 3 സ്ഥലങ്ങളിലേക്ക് വേണ്ട ബാക്ക്വേർഡ് റീജിയൻസിലേക്ക് വേണ്ട അസിസ്റ്റൻസ് ഗ്രാൻഡ് ആയിട്ടും ഗവൺമെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
So next is about development of road connectivity projects ആണ്. So ഏതൊക്കെ projects ആണെന്ന് നോക്കാം. One is Patna Pune Expressway, next is Buxar Bhagalpur Expressway, and next is Bodh Gaya Rajgir Vaishali Darbhanga, and last is additional 2-lane bridge over river Ganga at Buxar. So just ഈ names ഒന്ന് ഓർത്തിരിക്കുക. And next is ഒരു power project നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. 2400 megawatt ഒരു power project നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു. എവിടെയാണ്? Bhagalpur district in Bihar. Okay. Next is about priority 4, that is manufacturing and services. So ഈ ഒരു particular priority MSMEs-നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നിരവധി സ്കീംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്കീംസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഈസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ MSMEs ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ. അതായത് MSMEs-ന് ടേം ലോൺസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് യാതൊരുവിധ കൊളാട്രൽ റിക്വയർമെന്റ്സ് നൽകേണ്ടതില്ല. തേർഡ് പാർട്ടി ഗ്യാരണ്ടിയുടെ ആവശ്യവുമില്ല. എങ്ങനെയാണ് ഇവിടെ MSMEs-ന് പ്രോപ്പർ ആയിട്ടുള്ള ടേം ലോൺസുകൾ ഈ ഒരു പർട്ടിക്കുലർ സ്കീം വഴി എൻഷുർ ചെയ്യാവുന്നതാണ്. So the second scheme is about new assessment model for MSME credit. സോ അതായത് ഇപ്പം നമ്മൾ ലോണിന് വേണ്ടിയിട്ട് ബാങ്ക്സിനെ സമീപിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ സിബിൽ സ്കോർ നോക്കുന്നത് പോലെ MSMEs-നും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? അവരുടെ റീപേയിങ് കേപ്പബിലിറ്റി അസസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതേപോലെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് അങ്ങനെ MSMEs-ന്റെ റീപേയിങ് കേപ്പബിലിറ്റി ഇതുവരെ അസസ് ചെയ്തത് എക്സ്റ്റേണൽ അസസ്മെന്റ് ആണ്. സോ ഒരു എക്സ്റ്റേണൽ ഏജൻസി ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ റീപേയിങ് കേപ്പബിലിറ്റി ഒക്കെ MSMEs-നെ പറ്റി അസസ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ ഒരു ഫെസിലിറ്റിയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ഡിലേകൾ വരുന്നുണ്ട്. സോ ദാറ്റ് MSMEs-ന് ക്രെഡിറ്റ് ലഭിക്കുന്നതാണെങ്കിലും ഡിലേഡ് ആയിട്ടാണ്. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻഹൗസ് കേപ്പബിലിറ്റി ഇവിടെ ബിൽഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇൻഹൗസ് ആയിട്ട് തന്നെ അവർക്ക് MSMEs-ന് റീപേയിങ് കേപ്പബിലിറ്റി അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് മറ്റൊരു കാര്യം കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂ ക്രെഡിറ്റ് അസസ്മെന്റ് മോഡൽ ഒരു പുതിയ രീതിയിൽ അസസ് ചെയ്യുന്നുണ്ട് MSMEs-നെ. എന്ത് ബേസിസിലായിരിക്കും? അവരുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് ബേസിസിലായിരിക്കും. അതായത് MSMEs എത്രമാത്രം ഡിജിറ്റലി ആണ് അവരുടെ ട്രാൻസാക്ഷൻ നടത്തുന്നത്, സോ ഡിജിറ്റലി എത്രമാത്രം അവർ ഇൻവോൾവ്ഡ് ആണ്. സോ അതിനനുസരിച്ച് ഒരു ന്യൂ ക്രെഡിറ്റ് അസസ്മെന്റ് മോഡലാണ് ഇവിടെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. So the next policy is about credit support to MSMEs during the stress period. സോ അതായത് സ്ട്രെസ് പീരീഡിലും എന്ത് ചെയ്യുന്നുണ്ട്? MSMEs-ന് ആവശ്യമുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി ഇവിടെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഏത്? ക്രെഡിറ്റ് സപ്പോർട്ട് ടു MSMEs ഡ്യൂറിംഗ് ദ സ്ട്രെസ് പീരീഡ്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് മുദ്ര ലോൺസ്. സോ മുദ്ര ലോൺസ് പറയുമ്പോൾ നമുക്കറിയാം മേജർലി 3 സബ് സ്കീംസ് ഉണ്ട്. ശിശു, കിഷോർ, തരുൺ അല്ലെ. സോ തരുൺ കാറ്റഗറിയിൽ എത്രയാണ്? 10 lakh ആണ് മാക്സിമം ലിമിറ്റ് ഗവൺമെന്റ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ തരുൺ കാറ്റഗറിയിൽ ഓൾറെഡി ലോൺ എടുത്ത് അത് പ്രോപ്പർലി റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് 20 lakh വരെ ആക്കി ഗവൺമെന്റ് ആ ലിമിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ശിശു, കിഷോർ, തരുൺ. സോ അതിൽ തരുണിൽ ഓൾറെഡി ലോൺ എടുത്ത് പ്രോപ്പർലി റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്ര ആയിട്ട് ഉയർത്തുന്നു? 10 lakhൽ നിന്നും 20 lakh ആയിട്ട് ഉയർത്തുന്നുണ്ട്. അതാണ് മുദ്ര ലോണിൽ വന്ന മറ്റൊരു ചേഞ്ച്. സോ ദ നെക്സ്റ്റ് സ്കീം ഈസ് എൻഹാൻസ്ഡ് സ്കോപ്പ് ഫോർ മാൻഡേറ്ററി ഓൺബോർഡിംഗ് ഇൻ ട്രെഡ്സ്. സോ ട്രെഡ്സ് എന്താണ്? ട്രെഡ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്താണ്? ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിങ് സിസ്റ്റം ആണ്. സോ എങ്ങനെയാണ് ട്രെഡ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് വളരെ ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് സപ്ലയർ, ഈ ഒരു പിക്ചറിൽ നമുക്ക് സപ്ലയറെ കാണാം. ഓഫ് കോഴ്സ് സപ്ലയർ ആരായിരിക്കും? MSMEs ആണ്. സോ MSMEs അവരുടെ കമ്മോഡിറ്റീസ് മാനുഫാക്ചർ ചെയ്യുന്നു, അത് മറ്റ് വ്യക്തികൾക്ക് വിൽക്കുന്നു. സോ ഇവിടെ വാങ്ങിക്കുന്ന ആൾക്കാർ, അതായത് ബയേഴ്സ് ബിസിനസ് ആകാം അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് ആയിരിക്കാം. സോ ഇവർ MSMEs പ്രൊഡ്യൂസ് ചെയ്ത കമ്മോഡിറ്റീസ് മേടിക്കുന്നു, പർച്ചേസ് ചെയ്തു. സോ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ ക്യാഷ് അല്ല കൊടുക്കുന്നത്, ഓൺ ക്രെഡിറ്റിലായിരിക്കും ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ഇൻവോയ്സ് ആയിരിക്കാം MSMEs-ന് കൊടുക്കുന്നത്, ഇൻവോയ്സ് ഓർ അതിനെ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയാം. സോ ഇതിനർത്ഥം എന്താണ്? ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷ് പേയ്മെന്റ് അവിടെ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാ? ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, 30 days ഓർ 40 days ഓർ 45 days. സോ അങ്ങനെയുള്ള ഡേറ്റ്സ് പറഞ്ഞിട്ട് ഈ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ബയേഴ്സ് മേടിച്ചിട്ടുണ്ട്, MSMEs-ന് ഇവിടെ ക്യാഷ് ലഭിച്ചിട്ടില്ല. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ MSMEs-ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷിന്റെ ആവശ്യം ഉണ്ടായെങ്കിൽ ദേ ക്യാൻ അപ്രോച്ച് ഹൂം? ട്രെഡ്സ് പ്ലാറ്റ്ഫോമിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. സോ ട്രെഡ്സ് പ്ലാറ്റ്ഫോം ഈ ഒരു പർട്ടിക്കുലർ ഇൻവോയ്സ് ഇവരുടെ നിന്ന് മേടിച്ചിട്ട് ഇവർ പ്രോപ്പറായിട്ട് അതിനെ മോണിറ്റർ ചെയ്യും. സോ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് ഇമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ആ ഒരു ഫണ്ട് MSMEs-ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടിങ് ചാർജ് ആര് എടുക്കുന്നുണ്ടാകും? ഈ ഒരു ട്രെഡ്സ് പ്ലാറ്റ്ഫോം അവരുടെ ചാർജ് കുറച്ചിട്ടായിരിക്കും ബാക്കി എമൗണ്ട് ആയിരിക്കും MSMEs-ന് പ്രൊവൈഡ് ചെയ്യുക. സോ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി എല്ലാ MSMEs-നും അവൈൽ ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു.
എന്തായിരുന്നു ഗവൺമെന്റ് ടേൺ ഓവർ 500 കോടി ടേൺ ഓവർ 500 crore ടേൺ ഓവർ ഉള്ള MSMEസിനാണ് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് ഇൻവോയ്സ് ട്രെഡ്സിന് പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്ത് ക്യാഷ് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഈ ബഡ്ജറ്റോട് കൂടി അതിന്റെ ലിമിറ്റ് 250 crore ആക്കി ഗവൺമെന്റ് ഡിക്രീസ് ചെയ്യുകയുണ്ടായി. മനസ്സിലായോ? സോ ഓൾറെഡി 500 crore ടേൺ ഓവർ ഉള്ള MSMEസിന് മാത്രമായിരുന്നു ഈ ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഈ ഒരു ബഡ്ജറ്റോട് കൂടി 250 crore ടേൺ ഓവർ ഉള്ള MSMEസിനും ഈ ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ് അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ബിസിനസ് പ്രോപ്പർ ആയിട്ട് നടക്കുകയും ചെയ്യും. So next scheme is about opening new branches. SIDBI branches MSME clusters open ചെയ്യുക എന്നുള്ളതാണ്. So that direct credit MSME clustersലേക്ക് അവൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് SIDBIയുടെ branches ഗവൺമെന്റ് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. So the next policy is about financial support for setting up 50 multi-product food irradiation units ആണ്. So ഗവൺമെന്റ് ഇവിടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് for setting up new MSME units. എന്തൊക്കെ റിലേറ്റഡ് ആണ്? ഫുഡ് ഇറേഡിയേഷൻ, ക്വാളിറ്റി, അതേപോലെ സേഫ്റ്റി ടെസ്റ്റിംഗ്. സോ ഈ ഒരു മേഖലയിലേക്കുള്ള MSME യൂണിറ്റ്സുകൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്സ് ഗവൺമെന്റ് ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നത് PPP മോഡലാണ്. ദാറ്റ് ഈസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ ബേസിസിൽ കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്സുകൾ ഗവൺമെന്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? MSMEs അതേപോലെ ട്രഡീഷണൽ ആർട്ടിസൻസിനെ ഇവിടെ അസിസ്റ്റ് ചെയ്യുന്നതിനാണ്. സോ ദാറ്റ് അവരുടെ കമോഡിറ്റീസിന് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള ആക്സസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പോഷർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റമാണ് കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്സിലൂടെ ഗവൺമെന്റ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് സെറ്റിംഗ് അപ്പ് 12 ഇൻഡസ്ട്രിയൽ പാർക്സ് ആണ് അണ്ടർ ദ പ്രോഗ്രാം നാഷണൽ ഇൻഡസ്ട്രിയൽ കൊറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 12 ഇൻഡസ്ട്രിയൽ പാർക്സുകൾ സെറ്റപ്പ് ചെയ്യാൻ ഗവൺമെന്റ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് അബൌട്ട് റെന്റൽ ഹൗസിംഗ് ആണ്. സോ റെന്റൽ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. സോ നമുക്കറിയാം ബെറ്റർ വർക്ക് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ ഒരുപാട് കൂടുതലാണ്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ എത്തുമ്പോഴുള്ള എക്സ്പെൻഡിച്ചർ ഭയങ്കര അർബൻ ഏരിയാസിലുള്ള എക്സ്പെൻഡിച്ചർ ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ സ്ലം ഏരിയാസിന്റെ ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അഫോർഡബിൾ ആയിട്ടുള്ള റെന്റൽ ഹൗസിംഗ് ഇവിടെ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ ഗവൺമെന്റ് ഇവിടെ പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഫോർ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, അതേപോലെ ഡൊമസ്റ്റിക് റീസൈക്ലിംഗ്, അതേപോലെ ഓവർസീസ് അക്വിസിഷൻ. സോ ക്രിട്ടിക്കൽ മിനറൽസിന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും ഡൊമസ്റ്റിക് റീസൈക്ലിംഗും അതേപോലെ ഓവർസീസ് അക്വിസിഷൻ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അക്വയർ ചെയ്യുന്നതും ഈ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പോളിസിയാണ് ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് strengthening of tribunals, appellate tribunals to speed up insolvency resolution. So insolvency resolution എന്ന് പറയുമ്പോൾ തന്നെ we are having an idea that insolvency and bankruptcy code 2016 നമുക്കുണ്ട്. IBC code എന്തിനു വേണ്ടിയിട്ടായിരിക്കാം IBC code ഉള്ളത്? to resolve the stressed assets അല്ലേ? സ്ട്രെസ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് റിസോൾവ് ചെയ്യുക, ഓൺടർപ്രണർ കൾച്ചർ അല്ലെങ്കിൽ ബിസിനസ് കൾച്ചർ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിലാണ് IBC കോഡ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും IBC കോഡിൽ പറയുന്ന മാക്സിമം ഡേയ്സ് എന്ന് പറഞ്ഞാൽ 330 ഡേയ്സ് ആണ്. 330 ഡേയ്സിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു പർപ്പസ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ആ 330 ഡേയ്സ് എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറുണ്ട്. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഉള്ള ട്രിബ്യൂണൽസ് സ്ട്രെങ്തൻ ചെയ്യുക, അപ്പലേറ്റ് ട്രിബ്യൂണൽസ് സ്പീഡപ്പ് ചെയ്യുക, അഡീഷണൽ ട്രിബ്യൂണൽസ് വേണമെങ്കിൽ അതും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിലാണ് ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ദ നെക്സ്റ്റ് പോളിസി ഈസ് അബൌട്ട് പ്രൊവൈഡിംഗ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് ടോപ്പ് 500 കമ്പനീസിൽ ഏകദേശം 1 crore യൂത്തിനാണ് ഗവൺമെന്റ് ഇവിടെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ എ പീരിയഡ് 5 ഇയേഴ്സിലേക്കാണ്. സോ ഇവിടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അലവൻസ്, എല്ലാ മാസവും അലവൻസ് 5,000 rupees പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൺ ടൈം അസിസ്റ്റൻസ് ആയിട്ടുള്ള 6,000 rupees ഇവിടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനീസ് എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യേണ്ടത്? ട്രെയിനിങ് കോസ്റ്റ് കവർ ചെയ്യണം. അതോടൊപ്പം തന്നെ 10% ഓഫ് ഇന്റേൺഷിപ്പ് കോസ്റ്റും കമ്പനീസ് ഇവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എവിടുന്നായിരിക്കാം? ഫ്രം ദ CSR ഫണ്ട്സ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ട്രെയിനിങ് കോസ്റ്റും അതേപോലെ ഇന്റേൺഷിപ്പ് കോസ്റ്റിന് 10% കമ്പനീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് പ്രയോറിറ്റി 5, ദാറ്റ് ഈസ് അർബൻ ഡെവലപ്മെന്റ്.
So here the first policy is stamp duty. So here government ഇവിടെ പറഞ്ഞിരിക്കുന്നത് if properties purchase ചെയ്തത് women ആണെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ലോവർ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് പോളിസി ആയിട്ട് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സ്ട്രീറ്റ് മാർക്കറ്റ്സ് ആണ്. സോ സ്ട്രീറ്റ് മാർക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഓൾറെഡി വി ആർ ഹാവിംഗ് എ സ്കീം. ഏതാണ്? PM സ്വനിധി സ്കീം ഉണ്ട് നമുക്ക്. സോ ഇവിടെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 100 വീക്ക്ലി ഹട്ട്സ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് ഹബ്സുകൾ ഡെവലപ്പ് ചെയ്യും, സെറ്റപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രീറ്റ് മാർക്കറ്റിൽ ഗവൺമെന്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് ആണ്. എന്താണ് ഈ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? സോ സിംപ്ലി നോക്കുകയാണെങ്കിൽ രണ്ട് പ്ലേസിലേക്കുള്ള ആദ്യം തന്നെ അവിടെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് എയും ബിയും രണ്ട് പ്ലേസുകളാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആദ്യം തന്നെ സെറ്റപ്പ് ചെയ്യുക, പബ്ലിക് ട്രാൻസ്പോർട്ട് സെറ്റപ്പ് ചെയ്യുക. സോ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സെറ്റപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ബാക്കി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഈ ഒരു റൂട്ടിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ട് പ്ലേസ് ഉണ്ട്, ആ പ്ലേസിലേക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ആദ്യമേ സെറ്റപ്പ് ചെയ്യുക. ഓൺ ദാറ്റ് ബേസിസ് അതിന്റെ പെരിഫറിയിൽ ബാക്കിയുള്ള ഡെവലപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ഇവിടെ 14 ലാർജ് സിറ്റീസിലാണ് ഗവൺമെന്റ് ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് വാട്ടർ മാനേജ്മെന്റ് ആണ്. സോ പ്രോപ്പർലി വാട്ടർ സപ്ലൈ, അതുപോലെ സീവേജ് ട്രീറ്റ്മെന്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട്സ് ഒക്കെ 100 ലാർജ് സിറ്റീസിലേക്കാണ് ഗവൺമെന്റ് ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. So next policy is related to housing needs ആണ്. ഇത് ഇവിടെ തന്നെ ആദ്യമേ PM ആവാസ് യോജന അർബൻ 2.0 ആണ്. സോ ഇവിടെ ഏകദേശം 1 crore അർബൻ പൂവർ ആൻഡ് മിഡിൽ ക്ലാസ് ഫാമിലീസിന് വേണ്ടിയിട്ടുള്ള ഹൗസിംഗ് നീഡ്സുകളാണ് ഗവൺമെന്റ് ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് 10 lakh crore rupees ആണ്. സോ ഇവിടെ അതേപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റെന്റൽ ഹൗസിംഗ് മാർക്കറ്റ്സും ഗവൺമെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. So the next priority is priority 6, energy security. So under this priority, the first scheme is PM Surya Ghar Muft Bijli Yojana. So as to install rooftop solar plants ആണ്. So ഇവിടെ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത് so as to provide free electricity supply up to 300 units ആണ്. എല്ലാ മാസവും free electricity supply up to 300 units പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 1 crore ഹൗസ്ഹോൾഡ്സിനാണ് ഈ ഒരു പർട്ടിക്കുലർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത്. So the next policy is initiatives with private sector in nuclear energy. So ഇതിന്റെ ഭാഗമായിട്ട് ന്യൂക്ലിയർ എനർജി ഡെവലപ്പ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതേപോലെ പുതിയ ടെക്നോളജിയിലേക്കുള്ള R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഗവൺമെന്റ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് എനർജി ഓഡിറ്റ് ആണ്. അതായത് MSMEസിന് ക്ലീനർ എനർജിയിലേക്കുള്ള ഷിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ക്ലീനർ എനർജിയിലേക്കുള്ള ഷിഫ്റ്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്സുകൾ വേണ്ട രീതിയിൽ ഗവൺമെന്റ് ഈ ഒരു പർട്ടിക്കുലർ പോളിസിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് പംപ്ഡ് സ്റ്റോറേജ് പോളിസി ആണ്. സോ നമുക്ക് റിന്യൂവബിൾ എനർജി അതായത് സോളാർ, വിൻഡ് എനർജി ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാകും ഒരു കണ്ടിന്യൂസ് സപ്ലൈ നമുക്ക് എപ്പോഴും കിട്ടുമെന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല ബിക്കോസ് ഓഫ് അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ റിന്യൂവബിൾ എനർജി പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനും അത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോളിസിയാണ് പംപ്ഡ് സ്റ്റോറേജ് പോളിസി എന്ന് പറയുന്നത്. അതേപോലെ AUSC തെർമൽ പവർ പ്ലാന്റ്സ്, പുതിയൊരു പവർ പ്ലാന്റ്സ് ഗവൺമെന്റ് ഇവിടെ ഒരു തെർമൽ പവർ പ്ലാന്റ് ഗവൺമെന്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ ബിറ്റ്വീൻ NTPC ആൻഡ് BHEL. സോ ഒരു ജോയിന്റ് വെഞ്ചർ മുഖേന ഒരു പവർ പ്ലാന്റും ഗവൺമെന്റ് ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ ദ നെക്സ്റ്റ് പ്രയോറിറ്റി ഈസ് 7, ദാറ്റ് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ. സോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇവിടെ ഫണ്ട് എത്രമാത്രമാണ് അലോക്കേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഏകദേശം 11,11,111 crore rupees ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് അറൌണ്ട് 3.4% of GDP. Okay, so next scheme is about 1.5 lakh crore to states as long term interest free loans ആയിട്ടാണ്. അതായത് ലോങ് ടേം ആയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലോൺസിന്റെ പ്രത്യേകത എന്താണ്? ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ആണ് സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. എത്ര രൂപയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? 1.5 lakh crore rupees ആണ് ലോങ് ടേം ലോൺസ് ആയിട്ട് സ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഫ്രീ. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് phase 4 ഓഫ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ആസ് ടു പ്രൊവൈഡ് ഓൾ വെദർ റോഡ് കണക്ടിവിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ phase 4 ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ടു ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് മിറ്റിഗേഷൻ എഫേർട്സ്. സോ ഇതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് നിരവധി സ്റ്റേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ഫസ്റ്റ് ഈസ് കോസി മേച്ചി ഇൻട്രാ സ്റ്റേറ്റ് ലിങ്ക്. സെക്കൻഡ് ഈസ് അബൌട്ട് ഫ്ലഡ് മാനേജ്മെന്റ് അസിസ്റ്റൻസ് ടു ആസാം,
Sikkim and Uttarakhand. Next is for assistance for reconstruction and rehabilitation in Himachal Pradesh. So ഈ പറയുന്ന സ്റ്റേറ്റ്സുകളിലൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് മിറ്റിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. So the next policy is related to tourism. So ഇവിടെ development of Vishnupad temple corridor, അതേപോലെ മഹാബോധി temple corridor ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ comprehensive development initiative for Rajgir because of religious significance, Hindus, Buddhists, Jain significance ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു particular place comprehensive ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. Next is development of Nalanda as a tourist center. Even though we are reviving Nalanda University revive ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നളന്ദ ആ ഒരു particular പ്ലേസും ടൂറിസ്റ്റ് സെന്റർ ആക്കി ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെന്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഗിവിംഗ് അസിസ്റ്റൻസ് ടു ഡെവലപ്മെന്റ് ഓഫ് ഒഡീഷ സീനിക് ബ്യൂട്ടി. സോ ഒഡീഷയെ സംബന്ധിച്ച് അവിടെയുള്ള സീനിക് ബ്യൂട്ടി, അതുപോലെ ടെമ്പിൾസ്, അതുപോലെ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും ഗവൺമെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So the next priority is 8. Here innovation, research and development. So here the first policy is Anusandhan National Research Fund ആണ് ഗവൺമെന്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ നമുക്കറിയാം പ്രസന്റ്ലി നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന തുക അല്ലെങ്കിൽ GDP കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 0.6 to 0.7% ആണ് നമ്മൾ മാറ്റിവെക്കുന്നത്. സോ നമ്മൾ മറ്റ് കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പിന്നിലാണ്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇവിടെ അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫണ്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് പോളിസി ഈസ് അബൌട്ട് സെറ്റിംഗ് അപ്പ് എ മെക്കാനിസം ഫോർ പ്രൈവറ്റ് സെക്ടർ ഡ്രിവൺ റിസർച്ച്. സോ ഇന്ത്യൻ റിസർച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലും പബ്ലിക് സെക്ടറിൽ നിന്നാണ് നമുക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ വരുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള റിസർച്ച് വളരെ കുറവാണ്. സോ ദാറ്റ് അത് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇവിടെ മറ്റൊരു മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് സെക്ടർ ഡ്രിവൺ റിസർച്ച് നമ്മുടെ രാജ്യത്തിന് വേണം. സോ അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ആണ് ഗവൺമെന്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് സ്പേസ് എക്കണോമി. സോ സ്പേസ് എക്കണോമി എക്സ്പാൻഡ് ചെയ്യണം. എത്രയാണ്? 5 times ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം. എത്ര വർഷം കൊണ്ട്? ബൈ ഇൻ ദ നെക്സ്റ്റ് 10 years, അടുത്ത 10 വർഷം കൊണ്ട് 5 times എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു ഫോക്കസ് ആണ് സ്പേസ് എക്കണോമി കൊണ്ട് ഗവൺമെന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ അതിന് വേണ്ടി ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. 1000 crore rupees ആണ് അതിനുവേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കുന്ന തുക. Next is about priority 9, that is next generation reforms. So KS ന്റെ questions നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും generation reforms related ആയിട്ടുള്ള questions വന്നിട്ടുണ്ടായിരുന്നു. So this area is very important. So here the first policy is to formulate an economic policy framework. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? To improve the economic development. Economic development enhance ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ economic policy framework ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. Next is Shram, Suvidha and Samadhan portals revamp ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഹാൻസ് ദ ഈസ് ഓഫ് കംപ്ലയൻസ് ബൈ ഇൻഡസ്ട്രീസിന്റെയും ട്രേഡിന്റെയും ഒക്കെ ഈസ് ഓഫ് കംപ്ലയൻസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 പോർട്ടൽസ്, അതായത് ശ്രം സുവിധ പോർട്ടൽസും സമാധാൻ പോർട്ടൽസും റീവാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇനിഷ്യേറ്റ് ആൻഡ് ഇൻസെന്റിവൈസ് റിഫോംസ്. എങ്ങനെയുള്ള റിഫോംസിനാണ് ഗവൺമെന്റ് ഇവിടെ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? വൺ ഈസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് ഗവൺമെന്റ് ഇവിടെ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർ. സോ ഈ ഒരു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇവിടെ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മാർക്കറ്റ്സ് ആൻഡ് സെക്ടേഴ്സ് ഒക്കെ എന്താണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് ഇവിടെ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. So next is policies related to rural and urban land related actions ആണ്. സോ ഇതിൽ ആദ്യം തന്നെ യുണീക് ലാൻഡ് പാർസൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓർ ഭൂ ആധാർ ഫോർ ഓൾ ലാൻഡ്സ് ആണ്. സോ ലാൻഡുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇവിടെ അലോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് അബൌട്ട് കറന്റ് ഓണർഷിപ്പ് ബേസിസിൽ സർവേ നടത്തുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ലാൻഡ് സർവേകൾ കറന്റ് ഓണർഷിപ്പ് ബേസിസിൽ നടത്തുന്നു. ആൻഡ് നെക്സ്റ്റ് ഈസ് ലിങ്കേജസ് ടു ഫാർമേഴ്സ് രജിസ്ട്രി. സോ ഫാർമേഴ്സിന്റെ ലാൻഡ് പ്രോപ്പർ ആയിട്ട് ഫാർമേഴ്സ് രജിസ്ട്രീസിൽ ലിങ്കേജ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ലാൻഡ് റെക്കോർഡ്സ് പ്രോപ്പർ ആയിട്ട് ഡിജിറ്റൈസ് ചെയ്യുകയും അതേപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലാൻഡ് രജിസ്ട്രി. സോ ഡിജിറ്റലി എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാണ്? ലാൻഡ് റെക്കോർഡ്സ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ നെക്സ്റ്റ് ജനറേഷൻ റിഫോംസിൽ അർബൻ ആൻഡ് ലാൻഡ് റിലേറ്റഡ് ആക്ഷൻസിൽ മേജർ ആയിട്ട് പറയാനുള്ളത്. സോ നെക്സ്റ്റ് പോളിസീസ് റിലേറ്റഡ് ടു സിംപ്ലിഫിക്കേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ്സ്. സോ FDI ആൻഡ് ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസുകളും റെഗുലേഷൻസും സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതും ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് NPS വാത്സല്യ.
സോ ഇവിടെ കോൺട്രിബ്യൂഷൻ ബൈ പേരൻസ് ആൻഡ് ആസ് വെൽ ആസ് ഗാർഡിയൻസ് ആണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ മൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് ബൈ പേരൻസ് ആൻഡ് ഗാർഡിയൻസ്. ആ സ്കീമിന്റെ പേരെന്താണ്? NPS വാത്സല്യ ആണ്. ഇതൊരു പർട്ടിക്കുലർ പ്ലാൻ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ് ഈ ഒരു പർട്ടിക്കുലർ പ്രയോറിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബഡ്ജറ്റ് ഡിസ്കഷൻ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.